നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. ട്രെയിൻ തീവയ്പ് കേസ് അന്വേഷണത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിൽ ഭിന്നതയുണ്ടെന്ന വാർത്ത ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇത് സംബന്ധിച്ചുള്ള തുടർ വാർത്തകൾ തന്നെയാണ് ഇന്ന് ടോപ്പ് 18 ആദ്യം. പ്രതിക്കെതിരെ UAPA ചുമത്താൻ കേരള പോലീസ് വൈകുന്നതിലാണ് കേന്ദ്ര ഏജൻസികൾക്ക് അതൃപ്തി. 5 ദിവസം കാത്തിരുന്ന ശേഷം നടപടി ഉണ്ടാകാതിരുന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി സമാന്തര അന്വേഷണം നടത്താനാണ് NIA-യുടെ നീക്കം. ഷാരൂഖ് സൈഫിക്കെതിരെ UAPA ചുമത്താൻ കേരള പോലീസ് വൈകുന്നതിനാലാണ് കേന്ദ്ര ഏജൻസികൾ കടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നത്. കേരള പോലീസിന്റെ തുടർ നീക്കങ്ങൾ 5 ദിവസം കൂടി നിരീക്ഷിക്കും. ശേഷം NIA കേസ് സ്വയം ഏറ്റെടുക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കും. ഷാരൂഖിന്റെ ഭീകരബന്ധം കണക്കിലെടുത്ത് NIA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അന്വേഷണത്തിന് അനുമതി തേടും. സമാന്തര അന്വേഷണ റിപ്പോർട്ട് NIA DIGക്ക് സമർപ്പിച്ചു. അന്വേഷണം ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടത്തേണ്ടതിനാൽ കേസ് ദേശീയ ഏജൻസികൾക്ക് കൈമാറണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ മാത്രം സ്റ്റേറ്റ്മെന്റ് വെച്ച് അന്വേഷണം നടത്തുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഒരു ലോൺ വോൾഫ് അറ്റാക്ക് ആണോ അതുപോലെ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് NIA ആണ്. ഇത് NIAക്ക് കൈമാറേണ്ട ഒരു ഫിറ്റ് കേസാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 306, 307, 326 വകുപ്പുകൾക്ക് പുറമെ റെയിൽവേ ആക്ടിലെ 151 വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് നിലവിൽ ഷാരൂഖ് സൈഫിക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതിയുടെ ഭീകരവാദ ബന്ധം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ UAPA ചുമത്താൻ വൈകുന്നതാണ് സമാന്തര നീക്കത്തിന് കേന്ദ്ര ഏജൻസികളെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന പോലീസ് UAPA ചുമത്തിയ ശേഷം കേസ് NIAക്ക് കൈമാറുകയാണ് പതിവ്. എന്നാൽ അത്തരമൊരു നീക്കം പ്രത്യേക അന്വേഷണ സംഘം ബോധപൂർവം വൈകിപ്പിക്കുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിലപാട്. ഇതിനിടെ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഡൽഹിയിൽ നിന്നും ഷാരൂഖ് സൈഫി ആദ്യമെത്തിയത് ഷൊർണൂരിലാണ്. ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി. 2 ക്യാനുകളിലായി 4 ലിറ്റർ പെട്രോളാണ് വാങ്ങിയത്. പമ്പിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത പമ്പ് ഒഴിവാക്കി ഇവിടെ നിന്നും പെട്രോൾ വാങ്ങിയത് ആസൂത്രിതമാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഡൽഹിയിൽ നിന്നും സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിലാണ് പ്രതി കേരളത്തിലെത്തിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ NIA-യുടെയും ATS-ന്റെയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ മുന്നിൽ കണ്ട് കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കേരള പോലീസിന്റെ പ്രത്യേക സംഘം കേസിൽ UAPA ചുമത്തുന്നതിനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണെന്നാണ് സൂചന. കോഴിക്കോട് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. പ്രതിയെ പിടികൂടാൻ പോലീസ് വൈകിയെന്നും കേന്ദ്ര ഏജൻസികൾ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്നും V. മുരളീധരൻ പറഞ്ഞു. നമ്മുടെ അന്വേഷണ ഏജൻസികൾ, പോലീസ് സംവിധാനം അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതി ഈ സംഭവത്തിന് ശേഷം കേരളം വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ടായി. അതും വേണ്ടത്ര ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടികൾ, ആ നടപടികൾ ഉണ്ടാകാതിരുന്നതിന്റെ ഫലമായിട്ടാണ് എന്ന് വേണം പറയാൻ. എലത്തൂർ കേസിൽ NIA അന്വേഷണം ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. NIA വെറുതെ ഇരിക്കില്ല. സംസ്ഥാന സർക്കാർ മൃദു സമീപനം സ്വീകരിച്ചാലും ഭീകരവാദത്തോട് മോദി സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, NIA വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തീവണ്ടിയിൽ തീവെപ്പ് നടത്തിയ സംഭവത്തിന് സാധാരണ ഒരു പ്രതി മാത്രം കുറ്റക്കാരനായിട്ടുള്ള ഒരു സംഭവമായിട്ടത് കണക്കാക്കാൻ പോകുന്നില്ല. അതിൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേരള പോലീസിന് എന്തെങ്കിലും മൃദു സമീപനം ഇക്കാര്യത്തിലുണ്ടെങ്കിൽ അതവർ ആ വെള്ളം വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ദേശസുരക്ഷയെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് വിട്ടുവീഴ്ച ചെയ്താലും മോദി സർക്കാർ ദേശസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പോകുന്നില്ല. കേസിൽ തെളിവെടുപ്പ് ഉടനെന്ന് ADGP MR അജിത് കുമാർ. ഷൊർണൂരിലെ പമ്പിൽ നിന്നാണ് പ്രതി ഷാരൂഖ് സൈഫി പെട്രോൾ വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഡീസൽ പെട്രോൾ വാങ്ങിച്ചത് ഷൊർണൂരിൽ നിന്നാണ് സ്ഥിരീകരിച്ചത്. അതെ, അത് അല്ല, അതൊന്നും ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അവിടെ നിന്നാണ് വാങ്ങിച്ചത്, ശരിയാണ്. തീർച്ചയായും തെളിവെടുപ്പിന് പോകുമ്പോൾ നിങ്ങൾ അറിയിക്കും. നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അറിയിക്കും കേട്ടോ. വീണ്ടും പ്രണയക്കെണി വിവാദവുമായി പരാമർശവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്. പെൺമക്കൾക്ക് ചതിക്കുഴിയൊരുക്കുന്ന സംഭവങ്ങൾ ആശങ്കാജനകമായി വർദ്ധിക്കുന്നുവെന്ന് മാർ ജോസഫ് പാംപ്ലാനി. ഇടവകകളിൽ ഈസ്റ്റർ ദിനത്തിൽ വായിക്കേണ്ട ഇടയലേഖനത്തിലാണ് പരാമർശം.
യാത്രകളിലും ജോലിസ്ഥലങ്ങളിലും പഠനസ്ഥലങ്ങളിലും സ്ത്രീകളെ ഇരകളായി കരുതുന്ന കഴുകൻ കണ്ണുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ആർച്ച് ബിഷപ്പ് നിരീക്ഷിക്കുന്നത്. ഇത് അപകടകരമാണെന്ന് ഇടയലേഖനം വ്യക്തമാക്കുന്നു. പ്രണയക്കെണികളിൽ പെൺകുട്ടികളെ കുടുക്കി ചതിക്കുഴികൾ ഒരുക്കുന്ന സംഭവങ്ങൾ ആശങ്കാജനകമാണെന്ന് ഇടയലേഖനം പറയുന്നു. നേരത്തെയുള്ള തന്റെ നിലപാടാണ് മാർ ജോസഫ് പാംപ്ലാനി ഇടയലേഖനത്തിലൂടെ ആവർത്തിക്കുന്നത്. ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നില്ല എങ്കിലും സമാനമായ സാഹചര്യം ഉണ്ടെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ നിലപാടിന് ചുവടുപിടിച്ചാണ് ഈസ്റ്റർ ദിനത്തിലുള്ള ഇടയലേഖനം. മാർ ജോസഫ് പാംപ്ലാനിയുടെ നേരത്തെയുള്ള പ്രസ്താവന രാഷ്ട്രീയ വിവാദമായിരുന്നു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ നേതാക്കൾ വിഷയത്തിൽ വാക്പോരിലേക്ക് വരെ നീങ്ങിയിരുന്നു. പുരുഷാധിപത്യത്തിനെതിരെ ശക്തമായ നിലപാടുയർത്തിപ്പിടിക്കുന്ന ഇടയലേഖനം സാമൂഹികമായി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നു. സ്ത്രീകളെ ആദരിക്കുന്നതിൽ നമ്മുടെ രാജ്യവും സംസ്കാരവും നിലവിൽ ഏറെ പിന്നിലാണെന്ന വിമർശനവും ഇടയലേഖനത്തിലുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഇടയലേഖനത്തിലെ പരാമർശം വൈകാതെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും സംവാദങ്ങളിലേക്കും നീങ്ങും എന്ന് വേണം കരുതാൻ. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാന സർക്കാർ കർഷക പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കർഷകരുടെ പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടും. റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല കർഷക പ്രശ്നം. താമരശ്ശേരി ബിഷപ്പ് റെമജിയോസ് ഇഞ്ചനാനിയലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ഈസ്റ്റർ ആശംസകൾ നേരാനാണ് എത്തിയതെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഒന്നുമില്ല, നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് പിതാവുമായി അദ്ദേഹത്തിന് ഈസ്റ്റർ ആശംസകൾ നേരുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. തികച്ചും സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഊഹാപോഹങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. നാളെ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വീടുകളിലും ഈസ്റ്റർ സന്ദേശവുമായിട്ട് പാർട്ടി പ്രവർത്തകർ ഗൃഹസമ്പർക്കം നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് പിതാവിനെ വന്ന് കണ്ട് ഈസ്റ്റർ സന്ദേശം കൈമാറുക മാത്രമാണ് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അക്കാര്യങ്ങളിലെല്ലാം പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഭകളുമായിട്ട് പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും അത് കൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. തുടർന്ന് കൂടുതലായിട്ടും ഈ വിഷയങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. KSU പുനഃസംഘടനയിൽ കോൺഗ്രസിൽ തർക്കം. VT ബൽറാമും K ജയന്തും KSUവിന്റെ ചുമതലയൊഴിഞ്ഞു. മാനദണ്ഡങ്ങൾ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. VD സതീശനും KC വേണുഗോപാലും പിടിമുറുക്കിയ പട്ടികയ്ക്കെതിരെ സുധാകരൻ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചു. മതിയായ പരിഗണന ലഭിച്ചില്ലെന്നാണ് AI വിഭാഗങ്ങളുടെ ആക്ഷേപം. നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ KSU സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചെങ്കിലും പുതിയ പട്ടികയിലും കോൺഗ്രസിൽ തർക്കം മുറുകുകയാണ്. ജംബോ കമ്മിറ്റി വേണ്ട, വിവാഹിതർ നേതൃനിരയിൽ നിന്ന് മാറണം തുടങ്ങിയ മാനദണ്ഡങ്ങളായിരുന്നു KSU ചുമതലയുണ്ടായിരുന്ന VT ബൽറാമും K ജയന്തും മുന്നോട്ട് വെച്ചത്. എന്നാൽ പട്ടിക വന്നപ്പോൾ എല്ലാം പൊളിഞ്ഞു. ജംബോ കമ്മിറ്റിയിൽ വിവാഹിതരും ഇടം പിടിച്ചു. ഇതോടെയാണ് KSU ചുമതല ഒഴിയാനുള്ള ഇരുവരുടെയും തീരുമാനം. ഇക്കാര്യം KPCC അധ്യക്ഷൻ K സുധാകരനെ അറിയിച്ചു. പട്ടികയിൽ KC വേണുഗോപാൽ, VD സതീശൻ അനുകൂലികൾക്കാണ് പ്രാമുഖ്യം. പതിവില്ലാത്ത സീനിയർ വൈസ് പ്രസിഡന്റ് പദവി കൊണ്ടുവന്നത് ചില നേതാക്കളുടെ നോമിനിമാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണെന്നും അഭിപ്രായമുയർന്നിട്ടുണ്ട്. മുൻപ് ജില്ലാ പ്രസിഡന്റായിരുന്നവരെ സർവകലാശാല ചുമതലയിലേക്ക് തരം താഴ്ത്തിയെന്നും വിമർശനമുണ്ട്. VD സതീശനും KC വേണുഗോപാലും മേൽക്കൈ നേടിയ പട്ടികയ്ക്കെതിരെ സുധാകരൻ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. KSU മാത്രമല്ല, മഹിളാ കോൺഗ്രസ് പുനഃസംഘടനയിലും അധ്യക്ഷന്റെ നോമിനികളെ അവഗണിച്ചുവെന്നാണ് സുധാകരന്റെ പരാതി. സംഘടനാ തെരഞ്ഞെടുപ്പിന് പകരം നാമനിർദ്ദേശത്തിലൂടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതാണ് പ്രശ്നങ്ങളുടെ കാരണമായി ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. 30 ജനറൽ സെക്രട്ടറിമാർ, 20 സ്റ്റേറ്റ് കൺവീനർമാർ, 43 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. മഹിളാ കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലിയും പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നു. KC വേണുഗോപാലിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരെ മാത്രം പട്ടികയിൽ തിരികെ കയറ്റിയെന്നാണ് ആരോപണം. ജെബി മേത്തർക്ക് ഇരട്ട പദവി നൽകിയതിലും വലിയ ആക്ഷേപമുണ്ട്. പട്ടികയ്ക്കെതിരെ K സുധാകരനും രമേശ് ചെന്നിത്തലയും മഹിളാ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. മഹിളാ കോൺഗ്രസ് പുനഃസംഘടന നവംബറിൽ പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. നിശ്ചയിച്ചതിലും 5 മാസത്തിനു ശേഷമാണ് പട്ടിക പുറത്തുവന്നത്. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതോടെ പരാതി പ്രവാഹമാണ്. പട്ടികയിൽ ഇടം പിടിച്ചവരിൽ അധികവും
KC വേണുഗോപാലിന്റെ അനുയായികളാണെന്നാണ് പ്രധാന ആക്ഷേപം. KPCC അധ്യക്ഷൻ K സുധാകരനും രമേശ് ചെന്നിത്തലയും നേരിട്ട് ദേശീയ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. പിന്നാലെ വിഷയമുന്നയിച്ച് സംസ്ഥാനത്തെ 9 MPമാരും മല്ലികാർജ്ജുൻ ഖാർഗെയെ സമീപിച്ചെന്നാണ് വിവരം. ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് I വിഭാഗം നേതാവ് സുനിത വിജയനെ സംസ്ഥാന ഭാരവാഹിത്വം രാജിവെക്കാൻ പ്രേരിപ്പിച്ചത്. മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നാണ് സുനിതയുടെ പരാതി. KPCCയിലെ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ തടഞ്ഞു നിർത്തി വളരെ രൂക്ഷമായിട്ട് ജില്ലാ പ്രസിഡന്റ്ഷിപ്പിലേക്ക് എൻ്റെ പേരാണെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് ജില്ലാ പ്രസിഡന്റ് ആവണോ, നിനക്ക് ആവാൻ പറ്റൂല, മര്യാദയ്ക്ക് തരുന്നതും വാങ്ങിച്ചുകൊണ്ട് ഒരു മൂല ഇരുന്ന് കൊള്ളണം, അല്ലെങ്കിൽ നീ പുറം ലോകം കാണൂല എന്ന് പറഞ്ഞ് വളരെ വൾഗറായിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു ബഹളം വെച്ചു. JB മേത്തറയും അതുവഴി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും ലക്ഷ്യം വെച്ചാണ് മുതിർന്ന നേതാക്കളുടെ നീക്കങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പറമ്പിക്കുളത്തെ ഊരുമൂപ്പന്മാർ ഹൈക്കോടതിയെ സമീപിക്കും. തിങ്കളാഴ്ച പുനഃപരിശോധന ഹർജി നൽകും. 6 പഞ്ചായത്തുകൾ കക്ഷി ചേരും. നെന്മാറ MLA K ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അഭിഭാഷകരുടെ യോഗത്തിലാണ് തീരുമാനം. ഹർജി പരിഗണിക്കുമെന്നാണ് വിശ്വാസമെന്ന് K ബാബു MLA പറഞ്ഞു. പൊതുവിൽ വന്ന അഭിപ്രായം റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം. പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിലുള്ള മൂപ്പന്മാരെ കൊണ്ട് കൊടുക്കണം എന്നാണ് തീരുമാനിച്ചത്. നിലവിൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നത് പോലെ അല്ല അതിനകത്ത് വന്നിട്ടുള്ള വിധി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അഥവാ റിവ്യൂ പെറ്റീഷനിൽ ഗവൺമെൻറ് വരണം എന്ന അഭിപ്രായമാണ് പൊതുവെ വന്നിട്ടുള്ളത്. പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുദേവൻ കുരിശിലേറ്റിയ ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ. കൊച്ചിയിൽ തിരുകർമ്മങ്ങൾക്ക് കർദിനാൾ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകും. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഇന്ന് രാത്രി 10:30 ഈസ്റ്റർ ശുശ്രൂഷകൾ ആരംഭിക്കും. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. നാളെ രാവിലെ ദിവ്യബലിയും നടക്കും. കൊച്ചി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബ്രഹ്മപുരത്ത് പുതിയ മാലിന്യ പ്ലാന്റിന് ടെൻഡർ ക്ഷണിച്ചു. 48.56 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. പ്രതിദിനം 150 ടൺ ജൈവമാലിന്യം സംസ്കരിക്കുകയാണ് ലക്ഷ്യം. 8 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് വ്യവസ്ഥ. ഏപ്രിൽ 25-നാണ് ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സമാനമായ പദ്ധതികൾ നടപ്പാക്കി 5 വർഷത്തെ പരിചയം വേണമെന്ന് വ്യവസ്ഥയിൽ പറയുന്നു. പ്രതിവർഷം 43,800 ടൺ മാലിന്യം കൈകാര്യം ചെയ്തും പരിചയം വേണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. അതേസമയം ബ്രഹ്മപുരം വിഷയത്തിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ്. ഏപ്രിൽ 11-ന് കളക്ടറേറ്റിന് മുന്നിൽ സത്യഗ്രഹം നടത്തുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരനായ KT റമീസിനെ തിങ്കളാഴ്ച ED കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കള്ളക്കടത്തിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുണ്ടാവുമെന്ന് സൂചനയുണ്ട്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ ഇന്നലെ ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തിയ ശേഷമായിരുന്നു KT റമീസിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്വർണ്ണക്കച്ചവടക്കാർ അടക്കമുള്ള വലിയ റാക്കറ്റ് കള്ളക്കടത്തിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് EDയുടെ സംശയം. ഇക്കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ റമീസിനെ ED കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. സ്വർണ്ണക്കടത്ത് കേസിൽ തുടർന്നും അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുമ്പോഴും സ്വർണത്തിന്റെ ഉറവിടം, വിറ്റഴിക്കപ്പെട്ട ഇടങ്ങൾ എന്നിവയിൽ കേന്ദ്ര ഏജൻസികൾ മൗനം പാലിക്കുന്നതായി ഇടത് ക്യാമ്പ് ആരോപിച്ചിരുന്നു. കേസിന്റെ വിചാരണ ആരംഭിക്കും മുമ്പ് ഇത്തരം പഴുതുകൾ അടയ്ക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സ്വർണ്ണക്കടത്ത് ആസൂത്രകരെയും ഇടപാടുകാരെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ 5-ാം പ്രതിയാണ് റമീസ്. നേരത്തെ കസ്റ്റംസും NIAയും റമീസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടാണ് ED പരിശോധിക്കുന്നത്. നയതന്ത്ര ബാഗിൽ നിന്ന് പിടികൂടിയ 30 കിലോ സ്വർണത്തിനു പുറമെ മുമ്പ് 12 തവണ സമാനമായ രീതിയിൽ റമീസിന്റെ ആസൂത്രണത്തിൽ കള്ളക്കടത്ത് നടത്തിയതായാണ് EDയുടെ കണ്ടെത്തൽ. ഇതിലെ ഹവാല കള്ളക്കടത്ത് ഇടപാടാണ് ED അന്വേഷിക്കുന്നത്. ഇടപാടിൽ റമീസിന്റെ പങ്കാളിത്തം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ ഇപ്പോഴത്തെ നടപടി. ന്യൂസ് 18 കൊച്ചി. പേവിഷബാധ ചികിത്സാ പിഴവ് അന്വേഷണത്തിൽ ബാലാവകാശ കമ്മീഷൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരും കാർത്തിക്കും കുടുംബവും 10-ന് ബോർഡിന് മുന്നിൽ ഹാജരാകും. അതേസമയം ആരോഗ്യവകുപ്പ് ആലപ്പുഴയിൽ രൂപീകരിച്ച അന്വേഷണ സംഘം തിങ്കളാഴ്ചയോടെ തെളിവെടുപ്പ് ആരംഭിക്കും. ന്യൂസ് 18 ഫോളോ അപ്പ്.
പേവിഷബാധ തടയാൻ റാബീസ് വാക്സിൻ എടുത്ത് തളർന്നുപോയ കാർത്തിക്കിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലൂടെയാണ്. ചേർത്തല താലൂക്ക് ആശുപത്രി അധികൃതർ പനിയെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ കുട്ടിക്ക് റാബീസ് വാക്സിനേഷനെ തുടർന്ന് സെർവിക്കൽ മൈലൈറ്റിസ് ബാധിച്ചുവെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തിയതും കോട്ടയത്താണ്. ചികിത്സ നൽകിയ ന്യൂറോളജിസ്റ്റ്, മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാർ, ആശുപത്രിയുടെയും കുടുംബത്തിന്റെയും പക്കലുള്ള ചികിത്സാ രേഖകൾ എന്നിവയാണ് കമ്മീഷൻ നിയോഗിച്ച മെഡിക്കൽ ബോർഡ് പരിശോധിക്കുക. ശരീരമാസകലം വേദനയും തളർന്ന അവസ്ഥയുമായതിനാൽ കാർത്തിക്കുമായി കോട്ടയത്തേക്ക് എത്തുക എന്നത് ശ്രമകരമാണ്. അതേസമയം മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചുവെന്ന് പ്രാഥമിക ചികിത്സാ രേഖകളിൽ നിന്ന് ബോധ്യമാകുന്ന ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെ ആരോഗ്യവകുപ്പും തിങ്കളാഴ്ചയോടെ വിപുലമായ അന്വേഷണം ആരംഭിക്കും. ആശുപത്രിക്കെതിരെ വ്യാപക പരാതിയാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് തന്നെ തുറന്നടിച്ചിരുന്നു. ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. വ്യാപകമായ പരാതി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ചേർത്തല ആശുപത്രിയെ സംബന്ധിച്ചുള്ളത് ഞാൻ ഗൗരവതരമായി തന്നെ കണക്കിലെടുക്കും. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും സ്ഥല MLA കൂടിയായ മന്ത്രിക്ക് ആയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ആലപ്പുഴയിലെ അന്വേഷണ സംഘത്തിന്റെ ചുമതല ഡെപ്യൂട്ടി DMOയ്ക്കാണ്. ഫിസിഷ്യനും ന്യൂറോളജിസ്റ്റും അടങ്ങുന്നതാണ് ആലപ്പുഴയിലെയും ടീം. മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടുന്ന ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര പരാതികളാണ് ലഭിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് ഈ വാക്കുകൾക്ക് എത്രമാത്രം വില നൽകുമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല കരുവയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊച്ചി നഗരത്തിൽ പട്ടാപ്പകൽ ATM തകർത്ത് മോഷണ ശ്രമം. പനമ്പള്ളി നഗറിലെ SBI ATM തകർത്ത ഇതര സംസ്ഥാന സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജാർഖണ്ഡ് സ്വദേശിയായ ജാദു എന്നയാളാണ് SBI ATM തകർക്കാൻ ശ്രമിച്ചത്. ഏറെ നേരം ഇയാൾ ATMനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. റോഡിന്റെ മറുവശത്ത് ഡ്യൂട്ടി നോക്കുകയായിരുന്ന ഹോംഗാർഡ് മണികണ്ഠന് ഇയാളുടെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നി. ATMന്റെ സമീപത്തേക്ക് ഹോംഗാർഡ് എത്തിയതോടെ കൗണ്ടറിന്റെ മുൻവശത്തെ പാളി തകർത്ത് ഇയാൾ അകത്ത് കയറാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ച മണികണ്ഠനെ കയ്യിലിരുന്ന വടികൊണ്ട് അടിച്ചു. എന്നാൽ മണികണ്ഠൻ ബലപ്രയോഗത്തിലൂടെ ഇയാളെ കീഴടക്കി പോലീസിൽ വിവരം അറിയിച്ചു. തേവര പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഒരു പന്തിയെല്ലാം തോന്നി അദ്ദേഹത്തെ പിടിച്ചു വെച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. വടി കൊണ്ട് തന്നെ ഓങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ വടി കയറി പിടിച്ചു മേടിച്ചിട്ട് ഞാൻ എടുത്ത് കൈ പിടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇനി ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് നീ പണി ചെയ്താൽ മതി എന്നും പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയത്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായും സംശയമുണ്ട്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ഇന്ന് 1801 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ. പകരുന്നതിൽ കൂടുതലും ഒമൈക്രോൺ ആണെന്ന് പരിശോധനാ ഫലങ്ങളിൽ തെളിഞ്ഞതായും പരിശോധനകൾ വർദ്ധിപ്പിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രാജ്യത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും 6000 കടന്ന് കോവിഡ്. പുതുതായി 6155 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5.63% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് ബാധിച്ചുള്ള 11 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 31,194 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ദക്ഷിണേന്ത്യൻ പര്യടനം തുടരുന്നു. തെലങ്കാനയിലെത്തിയ പ്രധാനമന്ത്രി സെക്കന്ദരാബാദ് തിരുപ്പതി വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ഹൈദരാബാദ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 11,360 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. തുടർന്ന് തമിഴ്നാട്ടിലെത്തിയ നരേന്ദ്രമോദി ചെന്നൈ വിമാനത്താവളത്തിലെ നവീകരിച്ച ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി M. K. സ്റ്റാലിൻ, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 1260 കോടി രൂപ ചെലവിലാണ് ടെർമിനലിന്റെ ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെ കോൺഗ്രസിന്റെയും ദ്രാവിഡ സംഘടനകളുടെയും നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം നടന്നു. അദാനി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചും കോൺഗ്രസിനെ എതിർത്തും NCP അധ്യക്ഷൻ ശരത് പവാർ. സർക്കാരിനെ വിമർശിക്കാൻ ഇപ്പോൾ അംബാനിയുടെയും അദാനിയുടെയും പേരുകൾ ഉയർന്നുവരുന്നു. എന്നാൽ അവർ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്ന് പവാർ പറഞ്ഞു. ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളിൽ JPC അന്വേഷണം വേണമെന്ന കോൺഗ്രസ് നിലപാടിനോട് യോജിപ്പില്ലെന്നും പവാർ പറഞ്ഞു. സംഭവത്തിൽ സുപ്രീംകോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും പവാർ വ്യക്തമാക്കി. അതേസമയം പവാറിന്റെ നിലപാട് പ്രതിപക്ഷ ഐക്യത്തെ ബാധിക്കില്ലെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ പ്രതികരിച്ചു. പവാറുമായി സംസാരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു.
കന്നി യുദ്ധവിമാന യാത്ര നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആസാമിലെ തേസ്പൂർ വ്യോമ കേന്ദ്രത്തിൽ നിന്ന് സുഖോയ് 30 യുദ്ധവിമാനത്തിലാണ് രാഷ്ട്രപതി യാത്ര ചെയ്തത്. ആദ്യമായാണ് തേസ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഒരു രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ യാത്ര നടത്തുന്നത്. യാത്രാവേളയിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി എന്നിവയുടെ സുപ്രീം കമാൻഡർ രാഷ്ട്രപതിയെ പിന്തുടർന്നു. ഇതിനു മുൻപ് മുൻ രാഷ്ട്രപതിമാരായ APJ അബ്ദുൽ കലാമും പ്രതിഭ പാട്ടീലും യുദ്ധവിമാനത്തിൽ യാത്ര നടത്തിയിരുന്നു. ഇറാൻ സൗദി സഹകരണ നീക്കത്തിന് പിന്നാലെ യമനിലും സമാധാന നീക്കം. യുദ്ധം അവസാനിപ്പിക്കാൻ സൗദി അധികൃതർ അടുത്തയാഴ്ച യമൻ തലസ്ഥാനം ആയ സനായിലെത്തും. ഒമാന്റെ മധ്യസ്ഥതയിലാണ് സൗദി യമൻ സമാധാന ശ്രമങ്ങൾ. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരും തമ്മിലുള്ള സംഘർഷത്തിൽ വലിയ നാശനഷ്ടമാണ് രാജ്യത്തുണ്ടായത്. സൗദി അറേബ്യയിലെ തന്ത്രപ്രധാന മേഖലകളിൽ ഹൂതി വിമതർ ഇടയ്ക്കിടെ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചകളിൽ ബദ്ധവൈരികളായ ഇറാനും സൗദിയും പരസ്പരം എംബസികൾ തുറക്കാൻ തീരുമാനിച്ചിരുന്നു.